ഇതിൽ അഴിമതിയുണ്ട്. കരിമരുന്ന് പ്രയോഗത്തിന്റെ കാര്യം തന്നെ നമുക്ക് ആദ്യമായി എടുക്കാം. 45 വാണം വിട്ടതായിട്ടാണ് ഇവിടെ കണക്കി കാണുന്നത്. ആകാശത്തിലേക്കാണോ അതോ പ്രസിഡന്റിന്റെ പോക്കറ്റിലേക്കാണോ ഇത്രയും വാണം വിട്ടത്? എടാ രാഘവ, ഏത് ഭാഷയിലാണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം. ഇതൊരു കമ്മിറ്റി മീറ്റിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു. ഓ, അങ്ങനെ ക്ഷമിക്കൊന്നും വേണ്ട. നേരെ മേപ്പോട്ട് പോകാത്ത 5-6 അവശമാണ് ഞാനെന്ന് കണ്ടോളൂ. പട്ടയടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ നീ എങ്ങനെയാണ് വാണ വേണ്ടിയത്? ഞാൻ പട്ടയടിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? പട്ടയടിക്കാത്തൊരു ഈ കമ്മിറ്റിയിലുണ്ടെന്ന് പ്രസിഡന്റ് മനസ്സിലാക്കണം. കാർത്തികൻ കൊടുങ്ങല്ലൂർ വിശ്വംബരൻ 7000 രൂപ കൊടുത്തിട്ടില്ല. 3000 അയാളുടെ റേറ്റ്. അയാളുടെ റേറ്റ് താനാണ് വെച്ചിരിക്കുന്നത്. അതെ, കമ്മിറ്റിക്ക് ഒരു ഖജാഞ്ചി ഉള്ളപ്പോഴേ പ്രസിഡന്റ് എന്തിനാ ഈ പണമിടപാട് നടത്തുന്നത്? ഖജാൻജി എന്തിനാ അത് അനുവദിച്ചു? അത് ഇങ്ങനെ നിർബന്ധിച്ചിട്ടാ. ഭക്ഷണ ചെലവ്, പാട്ടുകാരുടെ തുക, കാർ വാടക, ഇതൊക്കെ തന്നെ നോക്കിയാലേ അറിയാം ഇത് അടിമുടി വെട്ടിപ്പാണെന്ന്. അന്തസ്സുള്ളവർക്ക് ഈ കണക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോയാലേ ഇയാൾ ഈ അമ്പലം വിഴുങ്ങും. നാട്ടുകാർ പറയുന്നുണ്ടല്ലോ ഇയാൾ അമ്പലം വിഴുങ്ങിയാണെന്ന്. നിന്റെ മറ്റവനാണ് അമ്പലം വിഴുങ്ങി. മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. എനിക്കിത് കിട്ടണം. പകൽ ഞാൻ പിരിവടത്തിയ ഇതൊക്കെ ചെയ്തത്. ഈ കമ്മിറ്റി എനിക്ക് പുല്ലാണ്. കമ്മിറ്റി പിരിച്ചുവിട്ട് സ്വന്തമായി ഉത്സവം നടത്താൻ ഈ ആർക്കാ നെടുങ്ങാടിക്കറിയാം. ഫോട്ടോ നെടുങ്ങാടിയോട് കളിച്ചാലേ ഈ ക്ഷേത്രം ഞാൻ ദേവസ്വം കൂടെ കൊടുക്കും. നോക്കി അങ്ങനെ പോവാതെ അമ്പലം കുറച്ചുകൂടെ വിരിക്കിട്ട് പോ. നിന്റെ മറ്റവനോട് ചുമ്മാരി നാറികൾ ചെറ്റകൾ ഇവരെയൊക്കെ കാണിച്ചു കൊടുക്കാം. നോക്കിക്കോ. അയ്യോ, ആ മാഷ കത്തില്ല. കത്തില്ല. നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞത്. കത്തില്ല. നിങ്ങളിവിടെ നോക്കിയാ ഇത് ഞാനാ അമ്പലം പ്രസിഡന്റ് ആർക്കാ നെടുങ്ങാടി. നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് കത്തില്ല. നോക്കിക്കേ. നോക്കാനൊന്നുമില്ല. ശരിക്കും നോക്കിയിട്ടാ ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങിയത്. നിങ്ങളൊന്ന് നിൽക്കും മനുഷ്യ, ഓടാതെ. ഞാൻ ഓടും. അതെന്താ ആരെങ്കിലും ഞാൻ കിടക്കുന്നോ? വായു വിളിക്ക്. വാഹന ഗതാഗതമില്ലാത്ത കാലത്തെ സമയം ബാധിക്കാൻ വേണ്ടി അഞ്ചലോട്ടക്കാർ ഓടിയിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനും അഞ്ചൽക്കാരനായിട്ടാണ് സർവീസിൽ കയറിയത്. ഓട്ടം എന്റെ ശീലമാണ്. ഇയാൾ അമ്പലക്കാരി നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. സുഹൃത്തെ, ഞാൻ ഇടപെടുന്നില്ല. ഉത്സവത്തിന് അയ്യമ്പോട് ശിക്ഷണത്തിന് ഗാനമേള വേണമെന്ന് ഞാൻ കത്തയച്ചിരുന്നു. അതിന് മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതിന് ഞാൻ എന്ത് വേണം? കത്തുണ്ടെങ്കിൽ മേൽവിലാസക്കാരനെ അന്വേഷിക്കാൻ വന്നോളൂ. അപ്പൊ കത്തില്ലല്ലേ? ഇല്ലെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാകും. പിന്നെ ഗോവിന്ദനാരെ, ഈ വർഷം അമ്പലത്തിലെ ഉത്സവം നമുക്ക് പൊടി പൊടിക്കണം. ഞാൻ രസീത് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭാവന എന്താണ് എഴുതേണ്ടത്? ഒന്നും എഴുതണ്ട. ഉത്സവം നടന്നു കാണാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ പറയരുത്. പറയും. ഒരു ചില്ലിക്കാശ് കിട്ടുമെന്ന് കരുതി ഇയാൾ എന്റെ പുറകെ ഓടണ്ട. വേറെ പണി നോക്ക്. ദരിദ്രവാസി.